പ്രിയപ്പെട്ടവരെ, മുജീബാണ്. ഒരു 20 ദിവസം മുമ്പ് നമ്മുടെ കൊല്ലം ജില്ലയിൽ നടക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ജില്ലയെ ആകമാനം അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും ചില ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്ന പ്രചരണത്തിനെതിരായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കൊല്ലത്തെ പുകഴ്ത്തിക്കൊണ്ട് പല സോഷ്യൽ മീഡിയ പേജുകളിലും വരുന്ന വീഡിയോകൾ കാണുമ്പോൾ അന്നുണ്ടായിരുന്ന ആ വിഷമം പാടെ മാറിക്കിട്ടി. നമ്മുടെ അയൽ ജില്ലകളായ ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളുടെ പല ഭാഗങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. എത്രയും പെട്ടെന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് എല്ലാവരും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. 2018 പ്രളയം ഉണ്ടായപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളികളാണ്. അന്ന് അവർക്ക് അവരുടെ ജീവിതോപാധിയായ വള്ളങ്ങളുമായിട്ടാണ് അവർ പോയിട്ടുള്ളത്. അവരുടെ പല വള്ളങ്ങൾക്കും അന്ന് കേടുപാടുകൾ സംഭവിച്ചു. അവരിൽ പലർക്കും പരിക്കേറ്റു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്രാവശ്യവും പ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ കൊല്ലം, പോർട്ട് കൊല്ലം, വാടി, കടപ്പുറത്തുള്ള സഹോദരങ്ങളാണ് വള്ളവുമായിട്ട് പോയിട്ടുള്ളത്. 2018 അത്ര വലിയ പ്രളയമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ഈ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടൽ സജീവമാകുന്ന സമയത്ത്, കൂടുതൽ വരുമാനത്തിനുമൊക്കെ സാധ്യതയുള്ള ഈ സമയത്ത് അവരതൊക്കെ ഉപേക്ഷിച്ചിട്ട് വള്ളവുമായിട്ട് പ്രളയ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. കടലിലാണെങ്കിൽ അവർക്കറിയാം, കടലിലെ അപകട സാധ്യതകൾ അറിയാം, കടലിന്റെ ആഴം അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു പ്രളയജലത്തിലേക്ക് ഈ വള്ളവുമായിട്ട് ഇറങ്ങുമ്പോൾ ആ വെള്ളത്തിനടിയിൽ എന്താണെന്ന് അവർക്കറിയില്ല. ചിലപ്പോൾ അതിനടിയിൽ ഏതെങ്കിലും കൽക്കെട്ടാവാം, അതല്ലെങ്കിൽ ഒരു മതിലാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും മരക്കുറ്റിയാവാം. ഇതൊക്കെ ഈ വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള പല സാഹചര്യങ്ങളും ആ വെള്ളത്തിനടിയിലുണ്ട്. അത് ഇവർക്കറിയാം. എങ്കിലും അവരുടെ ആ ജീവിതോപാധി അതിന് ഡാമേജ് സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും അവരറിഞ്ഞുകൊണ്ട് ഈ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. നമ്മളെ ഈ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ സാധാരണ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് തിരികെ വന്ന് യാതൊരു അവകാശവാദത്തിനും നിൽക്കാറില്ല. നമ്മൾ കൊല്ലക്കാർ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പല അവകാശവാദങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മത്സ്യത്തൊഴിലാളികളാരും അങ്ങനത്തെ യാതൊരു അവകാശവാദത്തിനും നിൽക്കാറില്ല. അവരവരുടെ കടമ നിർവഹിക്കുന്നു, തിരിച്ചു വരുന്നു, പിറ്റേന്ന് പിന്നെയും കടലിൽ പണിക്ക് പോകുന്നു. അതാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികളുടെ രീതി. തീർച്ചയായിട്ടും ആ സഹോദരങ്ങളെ ആദരപൂർവ്വം അഭിനന്ദിക്കുന്നു. ഒരു കൊല്ലക്കാരൻ എന്ന നിലയിൽ ആ സഹോദരങ്ങളെ ഓർത്ത് അഭിമാനിക്കുകയും ചെയ്യുന്നു.